ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ 17ാമത്തെ ചാപ്റ്ററാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് അക്കൗണ്ട്. ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സിൽ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും എന്താണ് ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായിട്ട് എന്താണ് ജോയിൻറ്റ് വെഞ്ചർ? ജോയിൻറ്റ് വെഞ്ചർ ഈസ് എ ടെമ്പററി ബിസിനസ് അറേഞ്ച്മെൻറ്റ് where 2 or more persons agree to undertake a specific business project for mutual profit. അതായത് ഒരു സ്പെസിഫിക് ബിസിനസ് പ്രോജക്റ്റ് ഒരു വലിയൊരു ബിസിനസ് പ്രോജക്റ്റ് രണ്ട് ബിസിനസ്സുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പേഴ്സൺസ് എഗ്രി ചെയ്യണം, അത് അവർ അണ്ടർടേക്ക് ചെയ്ത് അവർ ഏറ്റെടുത്തിട്ട് നടത്താന്നുള്ള ഒരു സ്പെസിഫിക് ബിസിനസ് പ്രോജക്റ്റ് മാത്രമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോർമലി ആ ഒരു പ്രോജക്റ്റ് എൻഡ് ചെയ്യുന്നതോടുകൂടെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ തന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും എൻഡ് ആവും. ഇതുപോലത്തെ ബിസിനസ് അറേഞ്ച്മെൻറ്റിനെയാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയാം. Unlike a partnership, a joint venture is formally formed only for a particular purpose and automatically end after the completion of that venture. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ബിസിനസ് റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്നാൽ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിന് വേണ്ടി മാത്രമായിരിക്കും അത് ഫോം ചെയ്യുന്നത്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ആ ബിസിനസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ റിലേഷൻഷിപ്പും കംപ്ലീറ്റ് ആവും. നോർമലി എക്സാമ്പിൾസ് എന്തായിരിക്കും? കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് ഓർ ബിൽഡിംഗ്, അതായത് വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് വരികയാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് മാത്രമായിട്ട് അത് അണ്ടർടേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? മറ്റൊരു കമ്പനി കൂടെ അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് ആ ഒരു സ്പെസിഫിക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അവർ ഫോം ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് ജോയിൻറ്റ് വെഞ്ചർ. സെയിൽ ആൻഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസാക്ഷൻ, ഫിലിം പ്രൊഡക്ഷൻ, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ്, ലാർജ് ഗവൺമെൻറ് കോൺട്രാക്ട്, ഇങ്ങനെ നോർമലി വലിയ ബിസിനസ് അണ്ടർടേക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നോർമലി ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആയിട്ട് ഫോം ചെയ്യുക. അതായത് ഒരു ബിസിനസ്സിന് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഓണർക്ക് മാത്രമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ബിസിനസ് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പേര് ജോയിൻ ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് കഴിയുന്നത് വരെ മാത്രമുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പിനെയാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയാം. ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ഈസ് നോൺ ആസ് കോ വെഞ്ചർ. ഈ ജോയിൻറ്റ് വെഞ്ചറിൽ ഓരോ പാർട്ടിസിപ്പൻറ്റും കോ വെഞ്ചേഴ്സ് എന്നാണ് പറയാം. അതുപോലെ തന്നെ അവർ പ്രോഫിറ്റും ലോസും ഈ കോ വെഞ്ചേഴ്സ് തമ്മിൽ ലാഭവും നഷ്ടം അവർ എഗ്രി ചെയ്തിട്ടുള്ള ഒരു റേഷ്യോയിൽ ഷെയർ ചെയ്യും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അതായത് ടെമ്പററി നാച്ചുറൽ. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ നമുക്ക് ബിസിനസ്സിന് മാത്രമായിട്ട് അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ട് അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഒരാളും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടെമ്പററി ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് ജോയിൻറ്റ് വെഞ്ചർ. അതുകൊണ്ട് ടെമ്പററി നാച്ചറാണ്. ആ ഒരു പ്രൊജക്റ്റ്, ആ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ജോയിൻറ്റ് വെഞ്ചർ റിലേഷൻഷിപ്പും അതുപോലെ കൂടെ അവസാനിക്കും. പിന്നെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, അതായത് ഒരു പർട്ടിക്കുലർ ബിസിനസ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ബിസിനസ് ട്രാൻസാക്ഷന് പ്രൊജക്റ്റിന് വേണ്ടി മാത്രമായിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്യാന്നുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രമായിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി സെപ്പറേറ്റ് എഗ്രിമെൻറ്റ്, അതായത് ഈ ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ നോർമലി ഈ രണ്ട് കോ വെഞ്ചേഴ്സും തമ്മിൽ എന്ത് ചെയ്യും? ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവും. ഈ എഗ്രിമെൻറ്റിൽ എന്തൊക്കെ സ്പെസിഫൈ ചെയ്യാം? ഒന്ന്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓരോ കോ വെഞ്ചറും എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, എന്താണ് അവർ തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓരോ കോ വെഞ്ചറും റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, പിന്നെ ഡ്യൂറേഷൻ, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ. ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അസറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ലാഭം നഷ്ടം എങ്ങനെ ഷെയർ ചെയ്യും, ഇങ്ങനെ സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തുകൊണ്ട് അവർ തമ്മിലൊരു സെപ്പറേറ്റ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. പിന്നെ മ്യൂച്വൽ ഏജൻസിയാണ്. അവർ തമ്മിൽ എന്ത് ചെയ്യും? ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ ഏജൻറ്റ് ഉണ്ടാവും. അവരെ ഓൺ ട്രാൻസാക്ഷൻ, ഇപ്പം ഞാൻ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഒരു കോ വെഞ്ചർ ആണെങ്കിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും? അതിൻ്റെ ഓൺ പ്രിൻസിപ്പൽ ട്രാൻസാക്ഷനാണ്. മറ്റാൾ ചെയ്യുന്നതിന് ഞാനൊരു ഏജൻറ്റുമായിട്ടും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവ്. നോർമലി എന്ത് ചെയ്യും? ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ഒരു ലാഭം, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും? ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ഇതിനകത്ത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതിലിപ്പോൾ ലാഭം ആയിക്കോട്ടെ നഷ്ടം ആയിക്കോട്ടെ, ഈ പ്രൊജക്റ്റിൽ ലാഭം വന്നു കഴിഞ്ഞാലും നഷ്ടം വന്നു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യും? ഒരു എഗ്രീഡ് റേഷ്യോ അവർ ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 50-50 അല്ലെങ്കിൽ 40-60, 30-70 അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെയും മറ്റ് കോൺട്രിബ്യൂഷൻസിൻ്റെ ഒക്കെ ബേസിൽ അവർ എഗ്രി ചെയ്ത റേഷ്യോയിൽ അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യും. പിന്നെ നോ പെർമനൻറ്റ് ബിസിനസ്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പററി ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിന് വേണ്ടി മാത്രം ഫോം ചെയ്യുന്ന ബിസിനസ് ഫോമാറ്റാണ്. അതുകൊണ്ട് തന്നെ പെർമനൻറ്റ് സ്ഥിരമായിട്ട് ഒരു ബിസിനസ് ഉണ്ടാവില്ല. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് അതോടുകൂടെ എൻഡ് ആവും.
ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ജോയിൻറ്റ് വെഞ്ചറും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ഒന്ന് ഡ്യൂറേഷൻ. ജോയിൻറ്റ് വെഞ്ചർ നമ്മൾ പറഞ്ഞത് ടെമ്പററി ആണ്, എന്നാൽ പാർട്ട്ണർഷിപ്പ് അത് പെർമനൻറ്റ് റിലേഷൻഷിപ്പാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവാണ്, ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിന് വേണ്ടി മാത്രമായിട്ടായിരിക്കും അത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്യുന്നത്. എന്നാൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ബിസിനസ്സാണ്, അതൊരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് അല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നൊരു ബിസിനസ്സാണ്. പിന്നെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിങ് എൻഡ് ആഫ്റ്റർ പ്രൊജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരെ അക്കൗണ്ടിങ് പ്രോസസ്സും കംപ്ലീറ്റ് ആവും. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ കണ്ടിന്യൂസ് എവറി ഇയർ, പാർട്ട്ണർഷിപ്പിൽ അത് എൻഡ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് കണ്ടിന്യൂസ് ആയിട്ട് അക്കൗണ്ടിങ് പ്രോസസ്സ് ഉണ്ടാവും അവിടെ. പിന്നെ ജോയിൻറ്റ് വെഞ്ചർ മേ നോട്ട് ഹാവ് സെപ്പറേറ്റ് നെയിം. ജോയിൻറ്റ് വെഞ്ചറിന് നോർമലി ഒരു സെപ്പറേറ്റ് നെയിം ഒന്നും ഉണ്ടായിരിക്കണം, ആ ഒരു ബിസിനസ്സിന് സെപ്പറേറ്റ് നെയിം ഉണ്ടായിക്കോളുന്നില്ല. എന്നാൽ പാർട്ട്ണർഷിപ്പിന് യൂഷ്വലി ഫേം ഹാവ് നെയിം, പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു സ്പെസിഫിക് നെയിം ഉണ്ടായിരിക്കും. പിന്നെ ജോയിൻറ്റ് വെഞ്ചർ ഡെസൊല്യൂഷൻ അത് പിരിച്ചുവിടുക. ജോയിൻറ്റ് വെഞ്ചർ എന്ത് ചെയ്യും, ആഫ്റ്റർ കംപ്ലീഷൻ, ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡിസൊല്യൂഷൻ ആവും. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ ഡിസൊല്യൂഷൻ സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സ് ഫോളോ ചെയ്താൽ മാത്രമേ പാർട്ട്ണർഷിപ്പിൽ ഡെസൊല്യൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് അക്കൗണ്ടിങ് ജോയിൻറ്റ് വെഞ്ചർ, അതായത് ജോയിൻറ്റ് വെഞ്ചറിൽ അക്കൗണ്ടിങ് റെക്കോർഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നോർമലി 3 മെത്തേഡ് ഉള്ളത്. മെത്തേഡ് 1, സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ്. ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ജോയിൻറ്റ് വെഞ്ചർ റിലേഷൻഷിപ്പുള്ള എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. രണ്ടാമത്തെ മെത്തേഡ്, ഈച്ച് കോവെഞ്ചേഴ്സ് റെക്കോർഡ് ഓൺലി ഈസ് ഓൺ ട്രാൻസാക്ഷൻ. ഓരോ കോവെഞ്ചേഴ്സും അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ അവർ ആ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. മൂന്നാമത്തെ മെത്തേഡിൽ വൺ കോവെഞ്ചർ മെയിൻറ്റെയിൻ കംപ്ലീറ്റ് അക്കൗണ്ട് ഫോർ ഓൾ ട്രാൻസാക്ഷൻ. ഒരു കോവെഞ്ചർ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും അയാൾ തന്നെ ചെയ്യും. നോർമലി ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സിൽ ഫസ്റ്റ് 2 മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതായത് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ്, സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈച്ച് കോവെഞ്ചേഴ്സും അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അവർ സെപ്പറേറ്റ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. ഈ 2 രീതിയിലാണ് നോർമലി ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിങ് പ്രോസസ്സ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ അക്കൗണ്ടിങ് മെത്തേഡുകൾ നോക്കാം. ആദ്യത്തെ മെത്തേഡ് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ആണ്. അതായത് ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആ ബിസിനസ് ഇവർ ഓൾറെഡി റൺ ചെയ്യുന്ന ചിലപ്പോൾ റെഗുലർ ബിസിനസ് ഉണ്ടായിരിക്കും, അതിനായിട്ട് മിങ്കിൾ ചെയ്യിക്കാതെ അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാണ്. അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റ് ബുക്സ് ആർ ഓപ്പൺഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ വെഞ്ചർ. അതായത് ആ വെഞ്ചറിന് വേണ്ടിയിട്ട്, ആ ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി സെപ്പറേറ്റ് ബുക്സ് ഓപ്പൺ ചെയ്യും. പിന്നെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്സ് പ്രിപ്പയർഡ്. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ജോയിൻറ്റ് വെഞ്ചർ റിലേഷൻഷിപ്പുള്ള എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പർച്ചേസ്, എക്സ്പെൻസ്, സെയിൽ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് കോവെഞ്ചേഴ്സ് ആർ ഓപ്പൺഡ്. ഓരോ കോവെഞ്ചേഴ്സിന് പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതായത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും ആ ഓരോ കോവെഞ്ചേഴ്സിൻ്റെയും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോവെഞ്ചേഴ്സിനും പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. പിന്നെ ആഫ്റ്റർ കംപ്ലീഷൻ ബുക്സ് ആർ ക്ലോസ്ഡ്. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു സ്പെസിഫിക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്സ് ക്ലോസ് ചെയ്യും. കാരണം പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ബിസിനസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. നമുക്ക് ഇതിൻ്റെ എൻട്രീസ് നോക്കാം. ആദ്യമായിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അപ് ടു കോവെഞ്ചേഴ്സ് ക്യാപിറ്റൽ. നമ്മൾ നോർമലി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. ഇവിടെ കോവെഞ്ചേഴ്സിൻ്റെ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഏത് കോവെഞ്ചറാണോ, കോവെഞ്ചേഴ്സ് എ ക്യാപിറ്റൽ, കോവെഞ്ചേഴ്സ് ബി ക്യാപിറ്റൽ എന്നാണ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എൻട്രി പാസ് ചെയ്യും. പിന്നെ ഗുഡ്സ് പർച്ചേസ്ഡ്. ഈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിങ്ങിൽ എല്ലാ എക്സ്പെൻസും പർച്ചേസും നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. എന്നാൽ നമുക്ക് കിട്ടുന്ന ഇൻകം, വരുമാനമൊക്കെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ് ടു ക്യാഷ് ബാങ്ക്, ഇത് ഡെബിറ്റ് സൈഡിലാണ് ചെയ്യുക. ഇനി എക്സ്പെൻസ് പേ ചെയ്ത് കൊടുത്താലും ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക്, ഈ ഒരു ട്രാൻസാക്ഷനാണ് ചെയ്യുക. പിന്നെ സെയിൽ മേഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അപ് ടു. കാരണം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ബാങ്കിൽ ക്യാഷ് വരും, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യാം. എന്നിട്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ചില കേസിൽ എന്ത് ചെയ്യും, അൺസോൾഡ് സ്റ്റോക്ക് ടേക്കൺ ഓവർ. ഈ ബിസിനസ്സിൽ അൺസോൾഡ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അതായത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി അവിടെ സെല്ല് ചെയ്യാത്ത കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഓരോ കോവെഞ്ചേഴ്സും ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ എഗ്രി ചെയ്ത് റേഷ്യോയിൽ എടുക്കും. അപ്പോൾ കോവെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ, കോവെഞ്ചറെ ഡെബിറ്റ് ചെയ്തിട്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും ഈ കേസസിൽ. ഇനി പ്രോഫിറ്റ് ഓൺ വെഞ്ചർ, ഇതൊരു പ്രോഫിറ്റ് ആണെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റർ ടു
കോവഞ്ചേഴ്സ് ക്യാപിറ്റൽ, കാരണം എന്ത് ചെയ്യും, ആ പ്രോഫിറ്റ് കോവഞ്ചേഴ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കോവഞ്ചേഴ്സ് ക്യാപിറ്റൽ. ഇനി ലോസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, കോവഞ്ചേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിൻറ്റ് വെഞ്ചർ. അതായത് ലോസ് ആണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ കുറയാണ് ചെയ്യുക, ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യുക. എന്നാൽ ക്യാപിറ്റൽ കൂടുന്ന കേസിൽ, പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ കൂടും, അതിൻ്റെ കേസിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇപ്പോൾ ഈ പ്രോഫിറ്റ് ഷെയറിങ് ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട്, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് 1 ലക്ഷം രൂപ ഡെബിറ്റ് ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും ക്രെഡിറ്റ്. ഇപ്പോൾ കോവഞ്ചേഴ്സ് എക്ക് 50,000 കൊടുത്തു, കോവഞ്ചേഴ്സ് ബി ക്യാപിറ്റൽ എന്ത് ചെയ്യും 50,000. ഇങ്ങനെയാണ് നോർമലി ഏത് റേഷ്യോയിലാണ് അവർ എഗ്രി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 50-50 ആണെങ്കിൽ ഈ രീതിയിലാണ് എൻട്രി വരിക. ചില കേസിൽ എന്ത് ചെയ്യും 40-60 ആയിരിക്കും, 30-70 ആയിരിക്കും, അല്ലെങ്കിൽ 20-80 ആയിരിക്കും. ഏത് റേഷ്യോയിലാണോ ആ റേഷ്യോയിൽ എന്ത് ചെയ്യും, ആ ലാഭം നഷ്ടം അവരെ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നഷ്ടമാണെങ്കിലും അതേപോലെ തന്നെ അവരെ ക്യാപിറ്റൽ അഗ്രീഡ് റേഷ്യോയിലെ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി അടുത്തായിട്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യാണ്. ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോവഞ്ചേഴ്സ് ക്യാപിറ്റലാണ്. എന്നാൽ ക്യാപിറ്റൽ ഓരോ ഓണേഴ്സിന് റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോവഞ്ചേഴ്സിന് റിട്ടേൺ ചെയ്യുമ്പോൾ കോവഞ്ചേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അതിൽ വരിക. ഇതിൽ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ ഇപ്പോൾ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ, എക്സ്പെൻസ് അല്ലെങ്കിൽ പർച്ചേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ചെയ്യുക. എന്നാൽ നമുക്ക് ഇങ്ങോട്ട് വരുമാനമാണെങ്കിൽ എന്ത് ചെയ്യും, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ സെയിം കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇതിപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫ്രൈറ്റ്, കാരേജ്, വേജ്, ഇൻഷുറൻസ്, കമ്മീഷൻ, അതർ വെഞ്ചർ എക്സ്പെൻസ്, എല്ലാ എക്സ്പെൻസും പർച്ചേസൊക്കെ എന്ത് ചെയ്യും ഡെബിറ്റിലാണ് ചെയ്യുക. എന്നാൽ ക്രെഡിറ്റ് സൈഡിൽ സെയില് അല്ലെങ്കിൽ സ്റ്റോക്ക് എടുത്തത്, അസറ്റ് ടേക്കൺ ഓവർ, പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ക്രെഡിറ്റ് സൈഡിലാണ് ചെയ്യുക. അപ്പോൾ ഈ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് പർച്ചേസ് ആണ് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഡെബിറ്റ് സൈഡിൽ ചെയ്യുക. ബാക്കിയെല്ലാം സെയിൽസ്, ബാക്കി എല്ലാ ട്രാൻസാക്ഷനും നോർമലി ക്രെഡിറ്റ് സൈഡിലാണ് വരിക. നോർമലി ഇപ്പോൾ ഈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കറിയാൻ പറ്റും ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. അപ്പോൾ നമ്മളെ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ, അതായത് വരുമാനം കൂടുതലും ചിലവ് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആണ്. എന്നാൽ നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡ് കൂടുതലാണ്, ചിലവ് കൂടുതലും വരുമാനം കുറവാണെങ്കിൽ നോർമലി ജോയിൻറ്റ് വെഞ്ചർ ലോസിലുമാണുള്ളത്. ഓക്കെ, അടുത്തത് ക്യാഷ് അക്കൗണ്ട്. ജോയിൻറ്റ് വെഞ്ചറിൽ ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ക്യാഷ് അക്കൗണ്ട് നമ്മൾ നോർമലി ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ക്യാഷ് വരുന്നതെല്ലാം ക്യാഷിൽ ഡെബിറ്റാണ് ചെയ്യുക, അല്ലെങ്കിൽ റെസിപ്റ്റിലാണ് ചെയ്യുക. ക്യാപിറ്റൽ വരുന്നത്, സെയിൽസ് പ്രൊസീഡ്, എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. എന്നാൽ പേയ്മെൻറ്റ്സ്, പർച്ചേസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, എക്സ്പെൻസസ്, പേയ്മെൻറ്റ് കോവഞ്ചേഴ്സ്, റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ, ഇതൊക്കെ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റിലാണ് ചെയ്യുക. നമ്മൾ നോർമൽ ക്യാഷ് ചെയ്യുന്ന പോലെ തന്നെ ക്യാഷ് കൂടുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഡെബിറ്റാണ് ചെയ്യുക, ക്യാഷ് കുറയുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ക്രെഡിറ്റുമാണ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ കോവഞ്ചേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്താണ് ഉണ്ടാവുക, ക്യാപിറ്റലാണ് ഉണ്ടാവുക, എത്രയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ. അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ ഷെയർ ഉണ്ടെങ്കിൽ അതുണ്ടാവും ക്രെഡിറ്റ് സൈഡിൽ. എന്നാൽ ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ കുറയുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുക. ക്യാഷ് വിഡ്രോൺ, അവർ ക്യാഷ് എടുത്തിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ക്യാപിറ്റൽ കുറയും. അതുപോലെ തന്നെ ഷെയർ ഓഫ് ലോസ്, എന്തെങ്കിലും ലോസിൻ്റെ ഷെയർ വന്നിട്ടുണ്ടെങ്കിൽ അതും ഡെബിറ്റ് സൈഡിലാണ് വരിക, അതും അവരുടെ ക്യാപിറ്റൽ കുറയും. ഇത് ടോട്ടൽ സെറ്റിൽമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവർ ലാഭം നഷ്ടം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ഡെബിറ്റ് ക്രെഡിറ്റ് 0 ആയിരിക്കും, ഡെബിറ്റ് ക്രെഡിറ്റ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, അവർ എത്രയാണോ ക്യാപിറ്റൽ ബാലൻസ് ഉള്ളത് ആ ക്യാപിറ്റൽ അവർക്ക് തിരിച്ചു കൊടുക്കും, ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും. ഇനിയൊക്കെ നമ്മളിപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് പറഞ്ഞത്, ജോയിൻറ്റ് വെഞ്ചേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ്, അക്കൗണ്ടിങ് മെത്തേഡ്. അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത മെത്തേഡ് ഉണ്ടാവുക. സംടൈംസ് നോ ഇൻഡിപെൻഡൻറ്റ് ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. ഈച്ച് കോവഞ്ചേഴ്സ് റെക്കോർഡ് ഓൺലി ട്രാൻസാക്ഷൻ മെയ്ഡ് ബൈ ഹിം. സെറ്റിൽമെൻറ്റ് ഈസ് ഡൺ ത്രൂ പേഴ്സണൽ അക്കൗണ്ട്. അറ്റ് ദ എൻഡ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ജോയിൻറ്റ്ലി. ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യും, ഓരോ ജോയിൻറ്റ് വെഞ്ചേഴ്സും അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അവർ മാത്രം റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു ജോയിൻറ്റ് വെഞ്ചറാണ്, മറ്റൊരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. ഞാൻ ആ ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരു കോവെൻഡറാണ്,
ഞാൻ ആ ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഞാൻ എൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. എന്നാൽ മറ്റേ ആൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അയാളുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. സെറ്റിൽമെൻറ്റ് ഈസ് ഡൺ ത്രൂ പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽമെൻറ്റ് ചെയ്യും. അറ്റ് ദ എൻഡ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ 2 കോവെഞ്ചേഴ്സും അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോവെഞ്ചേഴ്സ് ഒരുമിച്ചിരുന്നു കൊണ്ട് എന്ത് ചെയ്യും? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഈ മെത്തേഡ് നോർമൽ ഉപയോഗിക്കുന്നത് വളരെ ചെറിയ പ്രൊജക്റ്റ്, ജോയിൻറ്റ് വെഞ്ചർ ഡ്യൂറേഷൻ ഇസ് ഷോർട്ട്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ലിമിറ്റഡ്, സെപ്പറേറ്റ് ബുക്സ് ആർ അൺലിമിറ്റഡ്. അതായത് വളരെ ചെറിയൊരു പ്രൊജക്റ്റിന്, വളരെ കുറച്ച് ട്രാൻസാക്ഷനൊക്കെ ഉള്ള ഒരു പ്രൊജക്റ്റിനാണെങ്കിൽ മാത്രമാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എന്നാൽ വലിയ പ്രൊജക്റ്റിന്, വലിയ അണ്ടർടേക്കിങ്ങിന്, ഒരുപാട് സമയം എടുക്കുന്ന അണ്ടർടേക്കിങ്ങിന് നോർമലി സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെത്തേഡാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഒക്കെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് നമുക്ക് വരുന്ന എല്ലാ എക്സ്പെൻസും ഡെബിറ്റിൽ ചെയ്യും, നമുക്ക് കിട്ടുന്ന റവന്യൂസ് അല്ലെങ്കിൽ വരുമാനമൊക്കെ എന്ത് ചെയ്യും? ക്രെഡിറ്റിലും ചെയ്യും. ഇങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. ഈ ഒരു ഇതിൽ എന്ത് ചെയ്യും? ഓരോ കോവെഞ്ചറും അവരുടെ പേഴ്സണൽ അക്കൗണ്ട് സെപ്പറേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതിലെന്ത് ചെയ്യും? അവർ റെക്കോർഡ് ചെയ്യുന്ന എമൗണ്ട് സ്പെൻഡ്, എത്ര എമൗണ്ട് അവർ ആ ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തു, ഗുഡ്സ് സപ്ലൈഡ്, എത്ര ഗുഡ്സ് അവർ സപ്ലൈ ചെയ്തു, ക്യാഷ് റിസീവ്ഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ, ഫൈനൽ സെറ്റിൽമെൻറ്റ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കോവെഞ്ചേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ടും അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഞാനൊരു കോവെഞ്ചറാണ്, മറ്റൊരു കോവെഞ്ചർ ഉണ്ട്, ഞാൻ എ എന്നുള്ള കോവെഞ്ചറാണ്, മറ്റേ ബി എന്നുള്ളൊരു കോവെഞ്ചർ വേറെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ബുക്സിൽ എന്ത് ചെയ്യും? ആ മറ്റേ ബി എന്നുള്ള കോവെഞ്ചർക്ക് വേണ്ടിയിട്ട് ഞാനൊരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും. പിന്നെ റെക്കോർഡിംഗ് ഓൺ ട്രാൻസാക്ഷൻസ്. ഈച്ച് വെഞ്ചർ റെക്കോർഡ് പർച്ചേസ് മെയ്ഡ് ബൈ ഹിം. എന്ത് ചെയ്യും? അവർ നോർമലി പർച്ചേസ് നമ്മൾ പറഞ്ഞു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ് ടു ബാങ്ക് ഓർ ക്യാഷ്. നമ്മൾ പറഞ്ഞു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ പർച്ചേസ് എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹിം, ആൾ കൊടുത്ത എക്സ്പെൻസ് അയാൾ റെക്കോർഡ് ചെയ്യും. നമ്മൾ പറഞ്ഞു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എക്സ്പെൻസ് പർച്ചേസ് ഒക്കെ എന്താ ഡെബിറ്റ് സൈഡിലാണ്, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ സെയിൽസ് കളക്റ്റഡ് ബൈ ഹിം, ആൾ എത്ര സെയിൽ കളക്ട് ചെയ്തു അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആൾ കളക്ട് ചെയ്തു. നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അപ് ടു ജോയിൻറ്റ് വെഞ്ചർ. പിന്നെ അസെറ്റ് ടേക്കൺ ഓവർ, അസെറ്റ് എത്ര എടുത്തു അയാൾ, അതും ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? പേഴ്സണൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസ് പർച്ചേസ് എല്ലാം ഓരോരുത്തർ ഡെബിറ്റ് ആണ് ചെയ്യുക. എന്നാൽ റവന്യൂ പിന്നെ അവർ തിരിച്ചെടുത്ത ക്യാപിറ്റൽ ഇതൊക്കെ നോർമലി ക്രെഡിറ്റ് ആണ് ചെയ്യുക, അല്ലെങ്കിൽ അവർ തിരിച്ചെടുത്ത അസറ്റൊക്കെ നോർമലി ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് കാൽക്കുലേഷൻ ഓഫ് വെഞ്ചർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഇനി ജോയിൻറ്റ് വെഞ്ചറിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ സെയിൽസിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിട്ട് ടോട്ടൽ കോസ്റ്റ് മറ്റ് ടോട്ടൽ എക്സ്പെൻസ് അതിന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്നതാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ഓരോ കോവെഞ്ചേഴ്സും അവർ എഗ്രി ചെയ്തിട്ടുള്ള റേഷ്യോയിൽ എന്ത് ചെയ്യും? അവർ ഷെയർ ചെയ്യും. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അക്കൗണ്ടിങ് റെക്കോർഡ് നമ്മൾ 3 രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈച്ച് കോവെഞ്ചർ റെക്കോർഡ് ഓൺലി ഓൺ ട്രാൻസാക്ഷൻ, അതായത് ഓരോ കോവെഞ്ചറും അവരുടെ ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്ന രീതി അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 1 കോവെഞ്ചർ മെയിൻറ്റെയിൻ കംപ്ലീറ്റ് അക്കൗണ്ട്. ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യാത്തതായതുകൊണ്ട് തന്നെ ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് വെൻ നോ കംപ്ലീറ്റ് ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. അതായത് ചില കേസസിൽ എന്ത് ചെയ്യും? വളരെ ചെറിയ ജോയിൻറ്റ് വെഞ്ചറൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ കംപ്ലീറ്റ് ബുക്സ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ ഫോളോ ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? അവരൊരു ഇതിൻ്റെ ലാഭം, ഈ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ലാഭം നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടാണ് മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഇതിലെന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പറയുന്ന പോലെ തന്നെ ഈ മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കംപ്ലീറ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് മറ്റ് അഡീഷണൽ കോസ്റ്റ് ഒക്കെ ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ നേരെ സ്റ്റോക്ക്, പിന്നെ അൺസോൾഡ് സ്റ്റോക്ക് ടേക്കൺ ഓവർ, അസറ്റ് ടേക്കൺ ഓവർ, ഇതൊക്കെ ക്രെഡിറ്റ് സൈഡിലും അവർ ആഡ് ചെയ്യും. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യും? അവർക്ക് ഇതിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ക്രെഡിറ്റ് ആണ് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രോഫിറ്റിൻ്റെ കേസിൽ നോർമലി ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ആ വെഞ്ചർ പ്രോഫിറ്റിലാണ്. എന്നാൽ നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ആ വെഞ്ചർ ലോസിലുമാണ് ഇരിക്കും.
മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ്. പക്ഷേ കംപ്ലീറ്റ് ഡബിൾ എൻട്രി മെത്തേഡിൽ ഒന്നും അവരെ ഈ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല. ജസ്റ്റ് ഈ ഒരു മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുള്ളൂ. അത് ഡെബിറ്റ് സൈഡിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യും, അവർ എക്സ്പെൻസ് പർച്ചേസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ ആ ജോയിൻറ്റ് വെഞ്ചറിന് കിട്ടിയിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ അവർ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അത് ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ടെമ്പററി വളരെ ചെറിയ പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ലാഭം നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് ഇൻഡിവിജ്വൽ കോവെഞ്ചേഴ്സ് അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിൽ ഓരോ കോവെഞ്ചറും എന്ത് ചെയ്യും, മറ്റേ കോവെഞ്ചർക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇൻഡിവിജ്വൽ കോവെഞ്ചർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. നോർമലി ഇപ്പോൾ ഞാനും ഒരു എ എന്നുള്ള ഒരാളും ബി എന്നുള്ള ഒരാളും തമ്മിലൊരു ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻ്റ് ഉണ്ട്. എ എന്നുള്ള ഒരാളുടെ അക്കൗണ്ടിൽ ബി കോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് ഉണ്ടാവും. ബി കോവെഞ്ചർ അക്കൗണ്ട്, ഇതായിരിക്കും അക്കൗണ്ടിൻ്റെ പേര്. അതായത് ഈ കോവെഞ്ചർ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഈ ബി കോവെഞ്ചർ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് പേ ടു അതർ വെഞ്ചർ, മറ്റു വെഞ്ചർക്ക് എന്തെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഡെബിറ്റ് ചെയ്യും. പിന്നെ ഗുഡ്സ് സപ്ലൈഡ് ബൈ ഹിം, എക്സ്പെൻസ് ഓൺ ഹിസ് ബിഹാഫ്, ഇങ്ങനത്തെ എന്ത് ചെയ്യും, അവർ സപ്ലൈ ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്ത എക്സ്പെൻസുകളൊക്കെ എന്ത് ചെയ്യും, അതിൽ ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഷെയർ, ഗുഡ്സ് റിട്ടേൺഡ്, അസറ്റ് ടേക്കൺ ഓവർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. ഇതിൻ്റെ ഫൈനൽ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ കോവെഞ്ചർക്ക് ഇനി നമ്മൾ ക്യാഷ് കൊടുക്കാനാണോ, അതായത് പേബിൾ ആണോ അതോ റിസീവബിൾ ആണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു കോവെഞ്ചർ ഇൻഡിവിജ്വൽ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഒരു വെഞ്ചറും മറ്റൊരു വെഞ്ചറും തമ്മിലുള്ള ട്രാൻസാക്ഷന് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻഡിവിജ്വൽ കോവെഞ്ചർ അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്ത്, ഈ കോവെഞ്ചർക്ക് ഇനി നമ്മൾ പേബിൾ ആണോ അല്ലെങ്കിൽ റിസീവബിൾ ആണോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനാണോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൊണ്ട് ക്യാഷ് റിസീവ് ചെയ്യാനാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തൊരു സെറ്റിൽമെൻറ്റ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു വെഞ്ചർ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സെയിൽസ് പ്രൊസീഡ്സ് ആർ കളക്റ്റഡ്, അതിൻ്റെ സെയിൽസ് നമ്മൾ ചെയ്തു, അതിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്തു, പിന്നെ എക്സ്പെൻസ് കംപ്ലീറ്റ് പേ ചെയ്യും. അതിനുശേഷം അൺസോൾഡ് സ്റ്റോക്ക് ഓർ അസറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്, ആ പ്രൊജക്റ്റിലുള്ള അൺസോൾഡ് സ്റ്റോക്ക്, വിൽക്കാത്ത സ്റ്റോക്ക് അല്ലെങ്കിൽ മറ്റ് അസറ്റുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റഡ്, ആ വെഞ്ചറിൻ്റെ ലാഭമാണോ നഷ്ടമാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് അവർ എഗ്രി ചെയ്ത റേഷ്യോയിൽ എന്ത് ചെയ്യും, ആ പ്രോഫിറ്റ് ആർ ലോസ് ഷെയർ ചെയ്യും. പിന്നെ കോവെഞ്ചേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും, ഫൈനൽ സെറ്റിൽമെൻറ്റ് മേഡ് ചെയ്യും. അവർ തമ്മിലുള്ള പേബിൾ ആണോ റിസീവബിൾ ആണോ, അതായത് മറ്റ് കോവെഞ്ചർക്ക് ഇനി ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനാണോ അത് അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഇങ്ങോട്ട് റിസീവ് ചെയ്യാനാണോ നോക്കിയിട്ട് അത് സെറ്റിൽ ചെയ്യും. പിന്നെ വെഞ്ചർ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്, ഇതെല്ലാം ട്രാൻസാക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് വെഞ്ചർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇമ്പോർട്ടൻറ്റ് ജേണൽ എൻട്രീസ് വന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോർമലി അവരെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് എന്ത് ചെയ്യും, അവരെ ക്യാപിറ്റൽ അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. കാരണം എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് കൂടുക. പിന്നെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. എന്നാൽ ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. കാരണം എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ അത് കുറയാണ് ചെയ്യുക. ലോസ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ കുറയാണ് ചെയ്യുക. എന്നിട്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് നോക്കാം. ആദ്യമായിട്ട് അഡ്വാൻറ്റേജ്, സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ടേം പ്രൊജക്റ്റ്, വളരെ ചെറിയ ഷോർട്ട് ടേം പ്രൊജക്റ്റിന് ജോയിൻറ്റ് വെഞ്ചർ വളരെ സ്യൂട്ടബിൾ ആണ്. പിന്നെ റെഡ്യൂസ് ഫിനാൻഷ്യൽ ബർഡൻ, ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ബിസിനസ് മാത്രം അല്ലെങ്കിൽ ഒരാൾ മാത്രം അത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾക്ക് വലിയ ഫിനാൻഷ്യൽ ബർഡൻ, ചിലപ്പോൾ ബാധ്യതകൾ വരും, അത് കുറക്കും. പിന്നെ റിസ്ക് ആൻഡ് പ്രോഫിറ്റ് ആർ ഷെയർഡ്, ജോയിൻറ്റ് വെഞ്ചർ ആകുമ്പോൾ റിസ്ക്, ആ പ്രൊജക്റ്റ് ചിലപ്പോൾ റിസ്ക് ഉണ്ടായിരിക്കും, ആ റിസ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ലാഭം നഷ്ടവും ഷെയർ ചെയ്യും. പിന്നെ കോമ്പൈൻ സ്കിൽസ് ആൻഡ് റിസോഴ്സസ്, ഇപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ നോർമൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യണം, ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണം. കൺസ്ട്രക്ഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുകൾ വേണ്ടി വരും, അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നു, എനിക്ക് എന്ത് ചെയ്യും, മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരാളും കൂടെ എന്ത് ചെയ്യും, ആ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സ്കില്ല് റിസോഴ്സസ് അവിടെ ഷെയർ ചെയ്യാൻ പറ്റും. കാരണം അയാൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ആ പ്രൊജക്റ്റിന് വേണ്ടി മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പറ്റും, എനിക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് അല്ലെങ്കിൽ സ്കില്ലുകൾ ഷെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്കില്ല് റിസോഴ്സസ് ഷെയർ ചെയ്തുകൊണ്ടാണ് നോർമലി ജോയിൻറ്റ് വെഞ്ചർ വർക്ക് ചെയ്യുക. പിന്നെ നോ പെർമനൻറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ റിക്വയർഡ്, ജോയിൻറ്റ് വെഞ്ചറിന് ഒരു പെർമനൻറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവശ്യമില്ല. പിന്നെ ഈസി ടു ഡിസോൾവ് ആഫ്റ്റർ കംപ്ലീഷൻ, ആ സ്പെസിഫിക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, അത് ഡിസോൾവ് അല്ലെങ്കിൽ ആ ബിസിനസ് എൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് ലിമിറ്റഡ് ഡ്യൂറേഷൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിന് വേണ്ടി മാത്രമായിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. ആ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ റിലേഷൻഷിപ്പ് അവസാനിക്കും. പോസിബിൾ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കോവെഞ്ചേഴ്സ്. കോവെഞ്ചേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഡിസഗ്രിമെൻറ്റ് എന്തെങ്കിലും കാര്യത്തിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിലോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിലൊക്കെ ഡിസഗ്രിമെൻറ്റ്, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മ്യൂച്വൽ ട്രസ്റ്റ് ഈസ് എസെൻഷ്യൽ. ജോയിൻറ്റ് വെഞ്ചറിൽ മ്യൂച്വൽ ട്രസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോഫിറ്റ് ഷെയറിങ് മേ ക്രിയേറ്റ് ഡിസ്പ്യൂട്ട്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭനഷ്ടം ഷെയർ ചെയ്യുന്ന പ്രോസസ്സിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിസ്പ്യൂട്ട്, ചിലപ്പോൾ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. പിന്നെ ലാക്ക് ഓഫ് കണ്ടിന്യൂസി. പിന്നെ സെപ്പറേറ്റ് അക്കൗണ്ടിങ് മേ ബിക്കം കോംപ്ലിക്കേറ്റഡ് ഇൻ ലാർജ് വെഞ്ചേഴ്സ്. അതായത് സെപ്പറേറ്റ് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യും, വളരെ വലിയ വെഞ്ചേഴ്സിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ഒരുപാട് എൻട്രീസ് പാസ് ചെയ്യാനുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അക്കൗണ്ടിങ് റിസോഴ്സസും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമിനേഷൻ ടിപ്സ് നോക്കാം. ഒന്ന്, ജോയിൻറ്റ് വെഞ്ചർ ഈസ് എ ടെമ്പററി പാർട്ട്ണർഷിപ്പ്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പററി പാർട്ട്ണർഷിപ്പാണ്. ഗവേൺഡ് ബൈ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓൺലി വെദർ ഇസ് നോ കോൺട്രാക്ടറി എഗ്രിമെൻറ്റ് എക്സിസ്റ്റ്. അതായത് അവർ തമ്മിലുള്ള കോൺട്രാക്ടറി എഗ്രിമെൻ്റ് ഒന്നുമില്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് അത് വർക്ക് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആർ ഷെയർഡ് അറ്റ് എഗ്രീഡ് റേഷ്യോ. ലാഭം ആയിക്കോട്ടെ നഷ്ടം ആയിക്കോട്ടെ അവർ തമ്മിൽ എഗ്രി ചെയ്തിട്ടുള്ള റേഷ്യോയിൽ അത് ഷെയർ ചെയ്യും. സെപ്പറേറ്റ് ബുക്സ് ആർ ഓപ്ഷണൽ. ജോയിൻറ്റ് വെഞ്ചറിൽ സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓപ്ഷനിലാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈച്ച് കോവെഞ്ചേഴ്സിനും അവരുടേതായിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്തുകൊണ്ടും ചെയ്യാം. പിന്നെ മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺലി ഫോർ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പ്രൊജക്റ്റ് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അൺസോൾഡ് സ്റ്റോക്ക് ഈസ് ടേക്കൺ ഓവർ ബൈ കോവെഞ്ചേഴ്സ് ഈസ് ക്രെഡിറ്റഡ് ടു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. അതായത് അൺസോൾഡ് സ്റ്റോക്ക്, ഓരോ കോവെഞ്ചറും അൺസോൾഡ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരെ ക്യാപിറ്റലിന് ഡെബിറ്റ് ചെയ്തിട്ട് ഈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഈച്ച് കോവെഞ്ചേഴ്സ് മെയിൻറ്റെയിൻ ദ അക്കൗണ്ട് ഓഫ് അതർ വെൻ സെപ്പറേറ്റ് ബുക്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്. അത് സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഓരോ കോവെഞ്ചറും അവരുടെ ട്രാൻസാക്ഷൻ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, ഓരോ കോവെഞ്ചറും മറ്റ് കോവെഞ്ചർക്ക് വേണ്ടിയിട്ടൊരു പേഴ്സണൽ അക്കൗണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യും. വെഞ്ചർ എൻഡ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. അതായത് ജോയിൻറ്റ് വെഞ്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവിന് വേണ്ടി മാത്രമായിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. അവർ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺസ്ട്രക്ഷനോ എന്തായിക്കോട്ടെ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു വെഞ്ചർ കംപ്ലീറ്റ് ആവും. പിന്നെ ഫൈനൽ സെറ്റിൽമെൻറ്റ് ക്ലോസസ് ഓൾ അക്കൗണ്ട്. നമ്മൾ ഈ വെഞ്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഫൈനൽ അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഫൈനൽ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വിക്ക് റിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചർ ടെമ്പററി ബിസിനസ് അറേഞ്ച്മെൻറ്റ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. കോവെഞ്ചേഴ്സ് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ, ഗുഡ്സ് ഓർ സർവീസസ്. ഓരോ കോവെഞ്ചേഴ്സും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഗുഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ തന്നെ സർവീസും കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ലാഭം നഷ്ടം എന്ത് ചെയ്യും, അവർ എഗ്രീഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. സെപ്പറേറ്റ് ബുക്സ് അവർക്ക് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാം, ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യില്ല, ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ആ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ലാഭം നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് മെമ്മറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. 3 മെത്തേഡാണ് ജോയിൻറ്റ് വെഞ്ചർ ഉള്ളത്. ഒന്ന് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെത്തേഡ്, ഈച്ച് കോവെഞ്ചർ റെക്കോർഡ് ഓൺലി ഈസ് ഓൺ ട്രാൻസാക്ഷൻ. പിന്നെ 1 കോവെഞ്ചർ മെയിൻറ്റെയിൻ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്. നോർമലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യത്തെ 2 മെത്തേഡുകളാണ്, സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെത്തേഡും പിന്നെ ഈച്ച് കോവെഞ്ചേഴ്സ് റെക്കോർഡ് ഓൺലി ഈസ് ഓൺ ട്രാൻസാക്ഷൻ. പിന്നെ അൺസോൾഡ് സ്റ്റോക്ക് ഓർ അസറ്റ് മേ ബി ടേക്കൺ ഓവർ ബൈ ദ കോവർ വെഞ്ചർ. എന്ത് ചെയ്യും, അൺസോൾഡ് നമ്മൾ വിൽക്കാത്ത സ്റ്റോക്കും അതുപോലെ തന്നെ നമ്മൾ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അസറ്റ് എന്ത് ചെയ്യും, ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോവെഞ്ചേഴ്സ് എടുക്കും. ഫൈനൽ സെറ്റിൽമെൻറ്റ് ഈസ് മെയ്ഡ് ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭം നഷ്ടം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫൈനൽ സെറ്റിൽമെൻറ്റ് പ്രോസസ്സ് ചെയ്യുക. പിന്നെ ഓൾ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ. ഈ വെഞ്ചർ ആ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കംപ്ലീറ്റ് അക്കൗണ്ട്സും ക്ലോസ് ചെയ്യും. ജോയിൻറ്റ് വെഞ്ചർ ഈസ് സൂട്ടബിൾ ഫോർ പ്രൊജക്ട് ലൈക്ക് കൺസ്ട്രക്ഷൻ, കോൺട്രാക്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് ലാർജ് കൊമേഴ്ഷ്യൽ വെഞ്ചേഴ്സ്. നോർമലി വലിയ ക്യാപിറ്റൽ ആവശ്യമുള്ള, വലിയ സ്കില്ലും ക്യാപിറ്റലും റിസോഴ്സസ് ഒക്കെ ആവശ്യമുള്ള വലിയ പ്രൊജക്റ്റിലാണ് നോർമലി ജോയിൻറ്റ് വെഞ്ചർ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.